ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജയിക്കുമെന്നും പറഞ്ഞ് തുള്ളിച്ചാടുകയാണ് സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസം ഇരട്ടിയായെന്നും പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെയാണെന്നുമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണം ഇങ്ങനെയാണ്: ജനവിധി എന്നത് വളരെ പ്രധാനമാണ്. ജൂൺ 4 വരെ കാത്തിരിക്കാം. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. മുകളിലൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ കാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു MP ആവാനാണ് വന്നിരിക്കുന്നത്. MP ആയാൽ കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു എക്കോസിസ്റ്റം എന്റെ പാർട്ടിക്കുണ്ട്. എന്റെ സമ്പാദ്യം എന്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മന്ത്രിയാകണമെന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വരെയെങ്കിലും എനിക്ക് ഇളവ് തരണമെന്ന് ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമയും ചെയ്യണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിന്റെ 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് വിട്ടുതരണമെന്നാണ്. ചൊൽപ്പടി എന്നത് ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എന്റെ വോട്ടർമാരുടെ ചൊൽപ്പടിയാണ്. തൃശൂരിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടെന്നല്ല, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ എന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. കേരളത്തിൽ അതിശക്തമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മണ്ഡലമാണ് തൃശൂർ. കനത്ത പോളിംഗ് ആണ് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 72.20% പോളിംഗ്. ഇത്തവണ എന്തൊക്കെ സംഭവിച്ചാലും തൃശൂർ എടുക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ യാതൊരു അട്ടിമറിയും സംഭവിക്കില്ലെന്ന് UDF-ഉം LDF-ഉം ഒരേ സ്വരത്തിൽ വാദിക്കുന്നുമുണ്ട്. അതേസമയം അവസാന നിമിഷം ക്രോസ് വോട്ട് നടത്തിയെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. BJPക്ക് CPM ക്രോസ് വോട്ട് നടത്തിയെന്നാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ ആരോപിച്ചത്. സമാന ആരോപണമാണ് CPM-ഉം നടത്തുന്നത്. അതേസമയം BJP വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന ഗുരുതര ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ എത്തിയിരുന്നു. പട്ടികയിൽ സുരേഷ് ഗോപിയുടെ ജീവനക്കാർ ഉൾപ്പെടെയുണ്ടെന്നും അന്യസംസ്ഥാന തൊഴിലാളികളെ വരെ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്നും ആകെ 28,000-ലധികം കള്ളവോട്ടുകളാണ് BJP ചേർത്തതെന്നും പ്രതാപൻ ആരോപിച്ചു. സുരേഷ് ഗോപിയുടെ കൂടെ നടക്കുന്ന ജീവനക്കാരുടെ വോട്ട്, ആലത്തൂർ മണ്ഡലത്തിൽ പലയിടത്തുമുള്ള BJP പ്രവർത്തകരുടെ വോട്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് എന്നിവ പണം കൊടുത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നാണ് പ്രതാപൻ പറയുന്നത്. LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറും UDF സ്ഥാനാർത്ഥിയായ K മുരളീധരനും തികഞ്ഞ ജയപ്രതീക്ഷയിലാണ്. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ BJPക്കെതിരെ കള്ളവോട്ട് ആരോപണം ശക്തമാവുന്നത്. ഇതോടെ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും തൃശൂരിലേക്ക് തിരിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. വിധി അറിയാൻ ഇനി ജൂൺ 4 വരെ കാത്തിരിക്കാം.